പുതുവർഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ജനകീയ ഉത്സവങ്ങളുടെ ഭാഗമായി ഒരുക്കുന്ന ഒരു രൂപമാണ് പാപ്പാഞ്ഞി. കടന്നു പോകുന്ന വർഷത്തിന്റെ പ്രതീകമായി വയോധികന്റെ രൂപത്തിലാണ് പാപ്പാഞ്ഞിയെ ഒരുക്കുന്നത്. ഡിസംബറിന്റെ അവസാന നാളിൽ അർദ്ധരാത്രിയിൽ പാപ്പാഞ്ഞിയെ എരിച്ചു കളയുന്നതോടെ ആ വർഷം അവസാനിച്ചു എന്നാണ് സങ്കല്പം. പുതിയ വർഷത്തെ വരവേൽക്കാൻ പോയ വർഷത്തെ യാത്രയാക്കുന്ന ചടങ്ങാണ് ഈ പാപ്പാഞ്ഞി കത്തിക്കൽ. കൊച്ചിയിൽ മാത്രം ഉണ്ടായിരുന്ന ഈ ചടങ്ങ് കഴിഞ്ഞ 3 വർഷങ്ങളായി കോട്ടയം വടവാതൂരിലും നടക്കുന്നു. വടവാതൂർ ബണ്ട് റോഡിൽ കടത്തിന് സമീപമാണ് 40 അടി ഉയരത്തിൽ പാപ്പാഞ്ഞിയെ തയ്യാറാക്കിയിരിക്കുന്നത്. 1.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് വിജയപുരം പഞ്ചായത്തും വിവിധ ക്ലബ്ബുകളും ചേർന്നാണ് പാപ്പാഞ്ഞിയെ തയ്യാറാക്കിയിട്ടുള്ളത്. ഞായറാഴ്ച രാത്രിയിൽ വിവിധ കലാപരിപാടികൾക്ക് ശേഷം പാപ്പാഞ്ഞിയെ കത്തിക്കുമെന്ന് വിജയപുരം പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി പറഞ്ഞു. 31-ാം തീയതി വൈകിട്ട് വിവിധ കലാപരിപാടികളോട് കൂടിയുള്ള വെടിക്കെട്ട്, അതുപോലെ തന്നെ ഗാനമേള, DJ, വിവിധ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫുഡ് ഫെസ്റ്റ്, പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റും കൂടെ ഉൾപ്പെടുത്തി, കുടുംബശ്രീക്കാരെ ഉൾപ്പെടുത്തി അവരുടെ ഒരു ഫുഡ് ഫെസ്റ്റും ഒക്കെ നടത്തപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തവണ വലിയ ഒരു ജനസഞ്ചയം തന്നെ ഒഴുകിയെത്തിയിരുന്നു. ഈ പ്രാവശ്യം കൂടുതൽ ആളുകൾ എത്തുമെന്നുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ വഴിയുടെ ഇരു സൈഡുകളും ബാരിക്കേഡുകൾ കെട്ടി, അതുപോലെ പോലീസിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 100 പേരടങ്ങുന്ന സന്നദ്ധ സേവകരെ നമ്മൾ കരുതിയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഫാമിലി സ്ത്രീകൾ, അവർക്കൊക്കെ 2000 കസേരകൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വലിയ ഒരു ജനപിന്തുണയാണ് ഇതിന് ലഭിക്കുന്നത്. എറണാകുളത്തെ കാർണിവലിനോട് കടപിടിക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പഞ്ചായത്തും യുവജന ക്ലബ്ബുകളും ഒക്കെ കൂടി വളരെ വിപുലമായ രീതിയിൽ ഈ വർഷവും നടത്തപ്പെടുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം.